ഇപ്പോൾ പി വി അൻവർ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം അതിലേക്ക്. പി വി അൻവർ ഒറ്റക്കാവുകയും ചെയ്തു. നിങ്ങളന്ന് എന്നോട് ചോദിച്ചു എന്താണ് ഈ കൊട്ടിഘോഷത്തിന് എന്താ നിങ്ങളെ കാണാത്തതെന്ന്, എന്താ കൊട്ടിക്കലാശം. ഞാനന്ന് പറഞ്ഞ മറുപടി ഉണ്ട്. ഞങ്ങൾ കൊട്ടി തുടക്കം ആരംഭിക്കുകയാണ്. ഞങ്ങളെ കൊട്ടിക്കലാശം 19-ാം തീയതിയാണ്. അത് നിലമ്പൂരിലെ ജനങ്ങൾ അവരുടെ വിരൽത്തുമ്പോണ്ട് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും പിണറായിസത്തിനെതിരെ. ഞങ്ങൾ കൊട്ടിക്കലാശം മാറ്റി വെച്ചിട്ട് കൊട്ടിത്തുടക്കം 19-ാം തീയതി 12 മണിക്ക് ഇവിടുന്ന് ആരംഭിക്കും. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ എഴുതി വെച്ചോ, ഈ മലയോര മേഖല എന്ന് പറയുന്നത് ഈ അനിമൽ അറ്റാക്കുള്ള ഫോറസ്റ്റ് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന 489 പഞ്ചായത്താണ്. 63 നിയമസഭാ മണ്ഡലമാണ്. 1.5 കോടി ജനങ്ങളുണ്ട്. അതിൽ 1 കോടി ജനം പരിപൂർണമായി തകർന്നടിഞ്ഞ് കിടക്കുകയാണ്. കാർഷിക മേൽ മുഴുവൻ കടക്കാരാണ്, മുഴുവൻ ജപ്തിയുടെ വക്കിലാണ്, ഒരാശ്വാസവും ഇല്ല. അതിനിടയിലാണ് ഈ കടുവയും പുലിയും വന്നിട്ട് മനുഷ്യനെ കൊന്നു തിന്നു പോകുന്ന, ആന ചവിട്ടി തേക്കുന്നത്. ഈ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്തത്. ആ വിഷയമാണ് ഞാൻ ഉന്നയിച്ചത്. ഇവിടെ അന്താരാഷ്ട്ര വിഷയം പറഞ്ഞ് തടി തപ്പാൻ നോക്കിയവരുടെ പെഡലിക്ക് വോട്ടർമാർ പിടിച്ചിട്ടുണ്ട്. അതാണെന്ന് എനിക്ക് കിട്ടിയ സർവേ റിപ്പോർട്ട്. അതുകൊണ്ട് ആവർത്തിച്ച് പറയണം, പടച്ച തമ്പുരാൻ ഈ പാവപ്പെട്ടവൻ്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ടെങ്കിൽ നാളെ ഒരു 11 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 12 മണിക്ക് വോട്ടെണ്ണി തീരുമ്പോൾ കേരളത്തിൻ്റെ നിയമസഭയിൽ പി വി അൻവർ എത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ വിവരം ഈ പറയുന്ന ക്രോസ് വോട്ട് ചെയ്തിട്ടും അതിനെയും മറികടന്നിട്ട് ജയിക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അപ്പോൾ ഈ ക്രോസ് വോട്ട് ചെയ്ത കാര്യം അതിൽ അങ്ങേയറ്റത്തെ വിഷമമുണ്ട്. കാരണം ഇങ്ങനെ ക്രോസ് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായിട്ട് അതുമായി ബന്ധപ്പെട്ട ആളുകളെ ആവർത്തിച്ച് നമ്മൾ പറഞ്ഞാണ്, നിങ്ങൾ ദയവായി ആ ഫൂളിഷ്നെസ് ചെയ്യരുത്. സ്വരാജ് തോറ്റ അമ്പിക്കിടക്കുകയാണ്. ഇപ്പം 30,000 40,000 എന്നുള്ളിടത്ത് ഈ 10,000 വോട്ടും കൂടെ വരുമ്പോൾ സ്വരാജിനൊരു 50,000 വോട്ടിൻ്റെ അടുത്ത് എത്തും. അവർ എന്താ പറയുക, അവർ ചെയ്ത ഈ വിഡ്ഢിത്തം പിണറായിസത്തെ സഹായിക്കാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ വാശിയോട് കൂടിയിട്ട് പിണറായിക്കെതിരെ അരിവാൾ ചുറ്റിക മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് എതിരെ വോട്ട് ചെയ്യുമ്പോഴാണ് UDF-ൻ്റെ പ്രവർത്തകർ പോയിട്ട് അതിന് കുത്തുന്നത്. അത് വലിയൊരു രാഷ്ട്രീയ എന്താ പറയുക അബദ്ധമായി പോയി, വിഡ്ഢിത്തമായി പോയി. കാരണം അല്ലെങ്കിൽ 40,000-ൻ്റെ അടുത്ത് വോട്ടിൽ സ്വരാജ് നിൽക്കുമായിരുന്നു. ഇപ്പോൾ ആ 10,000 കൂടി അതിലേക്ക് കയറാൻ പോവുകയാണ്. അത് റോങ് മെസ്സേജ് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. CPM പിണറായിസത്തിനെതിരെ വോട്ട് ചെയ്യുമ്പോൾ UDF-ലെ പ്രവർത്തകർ തെറ്റിദ്ധരിച്ചിട്ട് സ്വരാജിന് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് വലിയ വിഷമമായി തോന്നി. അപ്പോൾ ഈ അറിഞ്ഞ വസ്തുത, കാരണം ഞാനിങ്ങനെ 75,000 വോട്ടിന് ജയിക്കും, 75,000 വോട്ട് പിടിക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് വട്ടാണെന്ന് വിചാരിച്ചാണ് നിങ്ങളൊക്കെ നടക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോഴും 3,000 4,000 5,000 10,000 ഇപ്പോൾ 12,000 എന്നൊക്കെ ചിലവർ പ്രസവിച്ചിട്ടുണ്ട്. അവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നാളെ എന്താണ് ജനവിധി, ഇത് ജനവിധിയാണ്, നിങ്ങൾ മനസ്സിലാക്കിയോ. ജനങ്ങൾ വിധിക്കാൻ പോവുകയാണ്. ജനങ്ങൾ ഇതുവരെ വിധിച്ചിട്ടില്ല. ജനങ്ങളുടെ വിധി ഇവിടുത്തെ നേതാക്കന്മാർ നിശ്ചയിച്ചിട്ട് ആ വിധിക്ക് വിധേയമായി പട്ടിണി കിടന്ന് ഈ വന്യമൃഗത്തിൻ്റെ ആക്രമണത്തിന് വിധേയമായി, മരണത്തിന് വിധേയമായി, ജപ്തിയിലകപ്പെട്ട് രാഷ്ട്രീയ നേതാക്കന്മാർ വിധിച്ച വിധിക്ക് വിധേയമായി നിസ്സഹായരായി ജീവിക്കുന്ന മനുഷ്യർ, അവരിവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടായിരിക്കും നാളെ. അത് ഇൻഷാ അല്ലാ നമുക്ക് നാളെ കാണാം. അത്ര എനിക്ക് പറയാനുള്ളൂ. സ്വരാജ് തന്നെയാണ് 2ാം സ്ഥാനത്ത് അക്കോർഡിംഗ് ടു മൈ അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പം ഷൗക്കത്ത് 3ാം സ്ഥാനത്താണ്. എൻ്റെ സർവേ പ്രകാരം ഈ 10,000 വോട്ട് ഇങ്ങോട്ട് വരുന്നതോട് കൂടി സ്വരാജ് കയറും. ഷൗക്കത്ത് 3ാം സ്ഥാനത്താണ്. മണിക്കൂറുകൾ മാത്രമാണ് പറഞ്ഞത്. ആ സമയത്താണ് ഇത്തരത്തിലൊരു ക്രോസ് ഔട്ട് ആകുന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അൻവറിന്റെ വോട്ട് നഷ്ടമായി എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ പരാജയ ഭീതി കൊണ്ടാണോ ഇത്തരത്തിൽ ക്രോസ് ഔട്ട് ആരോപണം ഉന്നയിക്കുന്നത്? അല്ല, നിങ്ങൾക്ക് ഏറ്റവും സൗകര്യത പരാജയ ഭീതി മൂലം പി വി അൻവർ 10,000 ക്രോസ് വോട്ട് നടത്തി. നിങ്ങൾ എഴുതിക്കോളൂ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. വിവരം നാളെ അറിയല്ലോ, മറ്റന്നാൾ കാത്തിക്കണ്ടല്ലോ. ആ എഴുത്തിന് നാളെ രാവിലെ 9 മണി വരെ അല്ല ആയുസുള്ളൂ. ഇപ്പോൾ എത്രയായി? 9 മണി. 12 മണിക്കൂറില്ല, 11 മണിക്കൂർ. ഇപ്പം നിങ്ങൾ എഴുതിയാൽ എനിക്കൊരു പേടിയില്ല. എന്ത് ഞാൻ പേടിക്കേണ്ട കാര്യം? ജനങ്ങൾ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം, ദൈവാനുഗ്രഹം ഉള്ളിടത്തോളം കാലം എനിക്ക് ഒരാളെ ഒരു സുജാനിയും പേടിക്കേണ്ട കാര്യമില്ല. വരുന്ന ഈ 10,000 വോട്ട് വരുന്നതുകൊണ്ട് UDF-ന് 10,000 വോട്ടല്ല അങ്ങോട്ട് പോകുന്നത്. ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകൾ, UDF-ലെ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകൾ ഒരു 10,000-ഓളം വോട്ട് ഒരു N ബ്ലോക്കായിട്ട് ഒരു വോട്ട് അങ്ങോട്ട് പോയാൽ സ്വരാജ് 10,000 വോട്ട് കയറിയില്ലേ? അല്ലെങ്കിൽ എൻ്റെ ഭൂരിപക്ഷത്തിൽ വരേണ്ട വോട്ടത്.
അല്ലെങ്കിൽ എൻ്റെ വോട്ടിൽ വരേണ്ട വോട്ടാണത്. രണ്ടിലൊന്നും നടക്കണ്ടേ? ഇത് രണ്ടും ഇല്ലല്ലോ. എല്ലാവരും ഉണ്ടാവും ഇതിൽ. ഇത്രയും ദിവസം നിങ്ങൾ നിലമ്പൂരിലൂടെ നടന്നിട്ട് ഷൗക്കത്തിൻ്റെ വിരോധികൾ ആരാന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഷൗക്കത്ത് എന്ന് പറഞ്ഞതേ മെയ് 23 PV അൻവർ ഉന്നയിച്ച എല്ലാ അധിക്ഷേപങ്ങൾക്കും നിലമ്പൂർ ജനത മറുപടി കൊടുക്കുന്നതാണ്. അതായത് നാളെ മറുപടി തരുന്ന പറയുന്നത്. നാളെ മറുപടി പറയട്ടെ. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവില്ലേ? നിങ്ങളൊക്കെ ഇത്രയും കാലം ഈ മനുഷ്യൻ്റെ പൾസ് കളിച്ച് നടന്നിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ഷൗക്കത്ത് പറ്റില്ല എന്ന് പറഞ്ഞതെന്ന് നിങ്ങൾക്കൊന്നും ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളൊന്നും ഒന്നും പഠിച്ചിട്ടില്ല. അമിത ആത്മവിശ്വാസത്തിലാണ് PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥി. സ്വരാജ് 2ാം സ്ഥാനത്തായിരിക്കും, PV അൻവർ വിജയിക്കും, ഷൗക്കത്ത് 3ാം സ്ഥാനത്തായിരിക്കും. UDFന്റെ ആര്യാടൻ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകൾ LDFന് പോകുമെങ്കിൽ കൂടി LDF 2ാം സ്ഥാനത്തായിരിക്കുകയേ ഉള്ളൂ എന്ന കോൺഫിഡൻസ് ആണ് PV അൻവർ മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയായിരുന്നു തത്സമയം.